സേഫ്റ്റി അത് എന്ത് കാര്യത്തിലും നമ്മുടെ ഒരു പ്രൈമറി ഫാക്ടർ ആണല്ലേ. ഇന്ന് ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ എൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതേ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആകും കൊടുക്കുക. ഇന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് കൗണ്ട്സ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയും അതുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ടു കീപ് അവർ കമ്പനി സേഫ് ആൻഡ് സെക്യൂർ വൈൽ ഓൾസോ റണ്ണിംഗ് എ ഗ്രേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. Hello there, I'm Shankaraj here. Welcome back to another informative episode of Unlearn powered by Adzomia. First thing is email. പലപ്പോഴും ഹാക്കേഴ്സിന്റെ പ്രൈമറി ചോയ്സ് എന്ന് പറയുന്നത് ഇമെയിൽസ് ആണ്. ഏകദേശം 91% ആണെന്നാണ് കണക്ക്. ഒരു ഇൻസെക്യൂർ ഫോർമാറ്റിൽ എൻക്രിപ്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസ് കമ്പനിയുടെ ആയിട്ടുള്ള സെൻസിറ്റീവ് ഡാറ്റാസ് തമ്മിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രോബ്ലമായി മാറാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമുക്ക് പലതരത്തിലുള്ള മെയിൽസ് വരുന്നത് അല്ലെ. യു ഗോട്ട് എ പ്രോബ്ലം, നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് മെസ്സേജസ് അല്ലെ. ഒരുപാട് വന്നിട്ടുണ്ടാവും, നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. അങ്ങനെ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തെങ്കിൽ ട്രസ്റ്റ് മീ, യു ആർ ഇൻ എ ബിഗ് പ്രോബ്ലം. നിങ്ങളുടെ സിസ്റ്റം ഹാക്ക് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലെ സെൻസിറ്റീവ് ഡാറ്റാസിന്റെ ആക്സസ് മേ ബി കിട്ടിയെന്ന് തന്നെ വരാം. സെക്കൻഡ് വൺ ഈസ് മാൽവെയർ. മാൽവെയർ കോമൺ ആയി പല ഫോർമാറ്റിലാണ് ഡെവലപ്പ് ചെയ്യുക. ലൈക്ക് സ്പൈവേഴ്സ്. സ്പൈവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ആൻഡ് കീ സ്ട്രോക്സ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടും. അതല്ലാതെ തന്നെ knowing how to navigate the web, making sure that your company has browsing identification installed. Then the third one is WordPress. You all know, right? It's the biggest CMS online. There is a lot of vulnerabilities with popular plugins. You need to make sure that it is regularly updated. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസ് റിമൂവ് ചെയ്തിരിക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിലും തീർന്നില്ല. Make sure that your passwords are up to standard and also ensure that you have all your password protected. Also make sure your company has an improved technology stack and you have to access all the different communications that are taking place with your own company. And it's very important that you have a system of control. അതില്ലാതെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടക്കാൻ പോണില്ല, നടക്കില്ല. ആൻഡ് നിങ്ങൾ അതിനുശേഷം അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് മേ ബി ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യവും ഈ സോഷ്യൽ മീഡിയയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന ഒരു റോങ് ലിങ്കിലാണെന്ന് വിചാരിക്കുക. They can steal your company's more informations. You should know it's very easy to get accounts hijacked and they can post offensive materials through your account. പലപ്പോഴും നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ പല ഫ്രണ്ട്സിന്റെ അക്കൗണ്ട്സ് ത്രൂ സ്കാം പോസ്റ്റ് ഒക്കെ വരുന്നതും സെമി ന്യൂഡ്സ് ഇമേജസ് ഒക്കെ വരുന്നതും. ഇതിന്റെ എല്ലാം കൺക്ലൂഷനായി എനിക്ക് പറയാനുള്ളത് യുവർ ടീം ഹാസ് ടു ട്രെയിൻ ടു ഡീൽ വിത്ത് ദ സ്കാം മെസ്സേജസ് ആൻഡ് പോസ്റ്റ് ആൻഡ് ലിങ്ക്സ്. എന്താണ് കാണേണ്ടത്, ഹാക്ക് ആയാൽ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർ റിയലി കമ്മിങ് ടുഗദർ. സോ ഇതുപോലുള്ള more informative informations do follow Instagram page and subscribe our YouTube channel. We will meet again with another informative video. Till then, it's me Shantala signing off. Thank you so much for watching.